ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനും ഇവിടെ ഇശലും സുഖമായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇശലിന് സ്കൂളൊക്കെ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണ്. ഓഫീസൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒത്തിരി ലേറ്റായി. ഇപ്പോൾ സമയം 7:30 ആകാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് ലേറ്റായി പോയി ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ 7:30 മണിയായപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ലേറ്റ് ആയതുകൊണ്ട് റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും ഞാൻ ചിലപ്പോൾ ആ വഴി കൂടെ പോകേണ്ട വന്നത്. അപ്പോൾ വാപ്പ എന്തായാലും എന്നെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ ആ ഭാഗത്ത് എന്താണെന്നറിയില്ല, ഞാൻ കുറച്ച് ദിവസം മുമ്പ് പോയപ്പോൾ ഇരുട്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ അവിടെ ലേറ്റൊക്കെ വന്നിട്ടാണ്. അപ്പോൾ വാപ്പ വന്ന് ഞാൻ വീടെത്തി. അപ്പോൾ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇശലിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല. ഇശൽ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടോ? ദിവസേന വരുമ്പോൾ എനിക്ക് കംപ്ലയിൻ്റ് കേൾക്കലാണ്, ഇശലിൻ്റെ കുരുത്തക്കേട് ഒപ്പിച്ചതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ബോണ്ട രാവിലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോണ്ടയും വെള്ളാപ്പമാണ്. അപ്പോൾ ഞാൻ വെള്ളാപ്പം വേണ്ടാന്ന് പറഞ്ഞു ബോണ്ട മാത്രം കഴിക്കണേന് കേട്ടോ, ചായയും കുടിക്കണം. അപ്പോൾ ഇശൽ അവിടെ ഇരുന്നിട്ട് വെള്ളാപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളൊക്കെ പൂട്ടി ആൾ ആസ്വദിച്ചുകൊണ്ട് എൻജോയ് ചെയ്യണേണ്. ഫോണൊക്കെ കണ്ട് ഇനിയിപ്പോൾ ഫുൾ ടൈം ഫോണിലായിരിക്കും ആൾ. ഇനി ആളെ പിടിച്ചാൽ കിട്ടൂല, നേരം ഫോൺ തന്നെ ആയിരിക്കും. അതിനിടയ്ക്ക് എനിക്കൊരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, എന്ത് സോഡയാണ്, മറ്റേ ഗോലി സോഡ ഓറഞ്ചിനെയാണ് കേട്ടോ. കണ്ട ഗോലിയൊക്കെ ഉണ്ട്. നമ്മൾ പണ്ടത്തെ വട്ടില്ലേ, വട്ട് കളിക്കൂലേ, അതാണ്. അപ്പോൾ പണ്ടൊക്കെ ഇത് പൊട്ടണ കുപ്പിയിലാണ് കിട്ടണത്. ഇപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ ഉണ്ട് ഓറഞ്ച് സോഡ. അപ്പോൾ ഞാൻ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണുണ്ടായിരുന്നു. കാരണം അവൾ മേടിച്ചപ്പോഴൊക്കെ അവൾ തന്നെയാണ് പൊട്ടിച്ചത്. അപ്പോൾ ഇത് ഉമ്മി പൊട്ടിച്ചിട്ടില്ലല്ലോ, ഉമ്മി പൊട്ടിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ ഞാൻ പൊട്ടിക്കണേണ്, അതിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നേരെ അത് താഴത്തോട്ടേക്ക് പോകും. അപ്പോൾ ഞാൻ കാണിച്ചതൊക്കെ കണ്ട. അപ്പോൾ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ്. നല്ലൊരു സോഡ തന്നെയായിരുന്നു ഓറഞ്ചിൻ്റെത്. മുമ്പ് അവൾ മേടിച്ചത് പൈനാപ്പിളും ആപ്പിളായിരുന്നു. അതെനിക്കിഷ്ടമായില്ല. പക്ഷേ ഓറഞ്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് അവൾ ആ ഗോലി എന്തായാലും എടുക്കും കളിക്കാൻ. അപ്പോൾ കുടിക്കണതാണ് ആൾ. അപ്പോൾ ആസ്വദിച്ച് ആഹാ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവൾ ആ കുടിക്കണം. നോമ്പുറത്തേന് ഇത് കുടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസമാണല്ലോ. അപ്പോൾ അവൾ ഗോലി കുടിച്ചൊക്കെ കഴിഞ്ഞ് കുപ്പിയൊക്കെ കഴുകിയിട്ട് അതിൻ്റെ ഗോലി എടുക്കണേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. കണ്ട ഇപ്പോൾ 2-3 ഇപ്പം ഇതിവിടെ ഉണ്ട്. ഇപ്പം ഇതാണ് ആളുടെ സ്ഥിരം പരിപാടി, ഗോലി മെഡിക്കലാണ്, ഗോലി സോഡ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് നേരെ അടുക്കളയിലേക്ക് കയറിക്കണം. രാവിലെ നാസ്ത ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ രാത്രിത്തേക്ക് എന്തെങ്കിലും നാസ്ത ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇടിയപ്പം ഉരുളക്കിഴങ്ങ് ഉള്ളിമുളക് ഇട്ടതും ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇടിയപ്പം ഇവിടെ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. അതൊക്കെ ഇനി ഒന്ന് പീച്ചിനി എടുക്കണം. അപ്പോൾ എൻ്റെ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ 2K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം വാച്ച് അവേഴ്സ് ആയിട്ടില്ല കേട്ടോ. വാച്ച് അവേഴ്സ് എൻ്റേത് ഒരു 2955 എത്തിയിട്ടുണ്ട്. പക്ഷേ വീഡിയോസ് എല്ലാവരും എനിക്ക് മുന്നോട്ട് പോകണില്ല. അത് എനിക്ക് താഴേട്ട് തന്നെ ഇനിയിപ്പോൾ തിരിച്ചു പോകുമെന്ന് തോന്നണം. അത് 2000 ഉള്ളത് നേരെ 0യിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഒന്ന് കടയിൽ പോയതാണ്. അപ്പോൾ ഐഷ ചന്ദ്രനെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ നല്ല വട്ടത്തിൽ നിൽക്കണം, നല്ല നിലാ വെളിച്ചത്തിൽ ഇങ്ങനെ കാണിച്ചു തരണമായിരുന്നു അവൾ. അപ്പോൾ എന്ന് വെച്ചാൽ ഓയിലും തീർന്ന്, പാത്രം കഴുകുന്ന സോപ്പൊക്കെ തീർന്നു. അപ്പോൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് എല്ലാം ചെറിയൊരു മാർജിൻ ഫ്രീ ഉള്ളതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്. ഇങ്ങനെ ആദ്യം ഓടിയോ നടക്കേണ്ട ആവശ്യമില്ല, എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് മേടിക്കണം. അല്ലെങ്കിൽ രാവിലെ ഞാൻ എന്തുണ്ടാക്കുമ്പോഴും ചിലപ്പോൾ പാടുപെടും ഓയിലില്ലാണ്ടാവുമ്പോൾ. അപ്പോൾ അതൊക്കെ മേടിച്ച് അപ്പോൾ ഇശലും ഇങ്ങനെ നോക്കണുണ്ട് കേട്ടോ. അവൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നോമ്പ് പുറത്തേടനെ ഇതൊന്നും തിന്നണ്ട. ലേസൊക്കെ ചോദിക്കുന്നുണ്ട്, മിഠായി, ലേസ്, മാഷ്മെലോ. ഞാൻ പറയും ഇതൊന്നും ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ചില്ലിൽ കളിക്കുന്ന സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും വേണമെന്ന് പറയുന്നുണ്ട്. ഉമ്മ എനിക്ക് ഇതൊക്കെ മേടിച്ചതാ കളിക്കാൻ, ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയേക്കണല്ലേ. പിന്നെ എൻ്റെ വാൾ പറയുന്നുണ്ട് സ്കൂൾ പൂട്ടി എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണം, ടൂർ കൊണ്ടുപോകണം എന്നൊക്കെ പറയണൊക്കെ ഉണ്ട് ആൾ. അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് വന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് ഉള്ളിമുളക് ഇടണേണ്. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് പിന്നെ ഞായറാഴ്ച മാത്രമേ എനിക്ക് എന്തായാലും ഒരു അവധി കിട്ടുള്ളൂ. ആ ഒരു ദിവസം അവൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും ഉള്ളിമുളക് ഇട്ടാൽ മതി. പിന്നെ നാസ്തയും കൂടെ ആക്കിക്കഴിഞ്ഞാൽ നേരെ കിടന്നുറങ്ങാം. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീച്ച് പിന്നെയും വീണ്ടും ഓഫീസിലേക്ക് പോയി. ഇത് തന്നെയാണ് ഡെയിലി റുട്ടീന്. അപ്പോൾ ഞങ്ങളത് നാസ്താക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇശൽ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എൻ്റെത്. അപ്പോൾ ആദ്യത്തേക്ക് എൻ്റെ ചാനൽ കാണുന്നവർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ.